ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ക്ലൗഡ്സ് ആൻഡ് റിസോർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. മലപ്പുറത്താണ് ഈ റിസോർട്ട് ഉള്ളത്. കക്കാടംപൊയിൽ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ എത്താൻ. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് 6 ഫ്രണ്ട്സ് ആയിട്ടാണ് കോഴിക്കോടേക്ക് പോയത്. കണ്ണൂരിൽ നിന്ന് ട്രെയിനിലാണ് ആദ്യം കോഴിക്കോടേക്ക് പോയത്. അവിടെ നിന്ന് ക്ലൗഡ്സ് റിസോർട്ടിൻ്റെ വണ്ടി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസോർട്ടിലേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചകൾ ഇനി കാണാം. ഈ കാണുന്നതാണ് ക്ലൗഡ്സ് ആൻഡ് റിസോർട്ട്. 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. ഞങ്ങൾ ആ ടൈം ആകുമ്പോഴേക്കും അവിടെ എത്തി. നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു റിസോർട്ട്. നല്ല ഭംഗിയുള്ള പൂന്തോട്ടവും ഇവിടെ ഉണ്ട്. മഞ്ഞ് മൂടിയിട്ടുള്ള ചുറ്റുപാടുകളും കാണാൻ അതിമനോഹരം തന്നെയായിരുന്നു. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിസോർട്ടിൽ കുറെ കാപ്പിച്ചെടികൾ കാണാമായിരുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ്. 2 ബെഡ്റൂം കോട്ടേജാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. നല്ല സൗകര്യങ്ങളോട് കൂടിയതാണ് ഈ ഒരു കോട്ടേജ്. റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പുറമേ കാഴ്ചകൾ കാണാനായി ഇറങ്ങി. ഈ ഒരു ബ്രിഡ്ജ് ഇവരുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു സ്ഥലം. ഞങ്ങളെല്ലാവരും കൂടി ഒരു റീൽസൊക്കെ എടുത്തു. അതിനുശേഷം അതിനടുത്തുള്ള സ്ഥലങ്ങൾ കാണാനായി ട്രക്കിങ്ങിനായി പോയി. നല്ല രസമുണ്ടായിരുന്നു അവിടെയുള്ള കാഴ്ചകൾ കാണാൻ. പോകുന്ന വഴിക്ക് മുളയരി പായസം വിൽക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും മുളയരി പായസം കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ റിസോർട്ടിന് അടുത്തായിട്ടാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടവും കുരിശുമലയും.
ഒരു സ്ഥലം കാണാനാണ് ഞങ്ങൾ വന്നത്. വന്ന ഉടനെ തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞ് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. നല്ല തണുപ്പും മഞ്ഞു മൂടിയ അന്തരീക്ഷവും ഒക്കെ ഉള്ളതായിരുന്നു ഈ ഒരു സ്ഥലം. ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും റിസോർട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് എല്ലാവരും ഒറിജിനൽ തേനൊക്കെ വാങ്ങിച്ചു. നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഈ റിസോർട്ടിന് ഉണ്ട്. സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായി ഇവിടെ തന്നെ വന്നു. ഇവിടുത്തെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഡിന്നറിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഉണ്ടാക്കി തരും. രാവിലെ എഴുന്നേറ്റതിന് ശേഷം നല്ല സ്ട്രോങ് ചായയൊക്കെ ഉണ്ടാക്കി പ്രകൃതി രമണീയമായ കാഴ്ചകളും ആസ്വദിച്ച് കുറച്ചു നേരം ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അവിടത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജിൻ്റെ കൂടെ ഉള്ളതായിരുന്നു. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അന്നത്തെ ദിവസം ഉണ്ടായത്. അതിനുശേഷം പുറമേയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ച് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അതിമനോഹരമായ ഒരു റിസോർട്ടാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.